ദിനേശ് ചേട്ടാ എന്താടാ കോളേജ് വരെ ചെറിയൊരു സീനുണ്ട്. എന്ത് സീൻ? ഒരുത്തനും ചൊറിയാൻ വന്ന് ഞാൻ കയറി അലക്കി. ഇപ്പൊ വീട്ടിൽ നിന്നാലും വന്നിട്ട് ക്ലാസ്സിൽ കയറി മതിയെന്ന് പറഞ്ഞു. നിന്റെ അച്ഛനമ്മനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അച്ഛനെ വിളിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് അങ്ങേര് ഞാൻ നേരിട്ടാണ്ട് അപ്പൊ കീരിയും പാമ്പോ ഞാൻ എൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി പറഞ്ഞാൽ മതി. ദിനേശ് ചേട്ടൻ എവിടെയല്ലോ അടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് തന്നെ. ഇപ്പൊ എത്രാമത്തെ തവണയാടാ നീ ഇവിടെ ഇരിക്കി? ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ചേട്ടാ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിച്ചോ. ചേട്ടാ 2 ചായ. ചേട്ടാ ഒരു ചായ ക്യാൻസൽ. പകരം ലൈറ്റ്സ് എടുത്തോ. ടെൻഷൻ ഒന്ന് കത്തിക്കട്ടെ. ചേട്ടോ ലൈറ്റ്സ് പിള്ളേർക്കൊന്നും വലിക്കാൻ കൊടുക്കൂല. എനിക്ക് പുറത്തേക്ക് കൂടെ പിള്ളേർക്ക് സാധനം കൊടുക്കൂലെന്നും പറഞ്ഞ് കളിക്കാൻ സാധനം കൊടുക്കല്. നാളെ കടി ഇവിടെ കാണൂല. ഇതാടാ ഒച്ചപ്പാടം വേണം. ഒന്നുമില്ല ചേട്ടാ. താ സാധനം ഇടോ. ചേട്ടാ ഒരു ചായ. മോനെ, നീ ആ ടൗണിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ആ നീ ഇപ്പൊ പുകവലിയും തുടങ്ങി. തുടങ്ങി എന്തൊരു പഫാണോ? മോന്റെ പ്രായമുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനൊന്നുമല്ലല്ല, മോന്റെ പ്രായമല്ലേ ഉള്ളേ. താ സ്കൂട്ടാ നോക്കല് തല അടിക്കാൻ വിളിക്കും. നീ എന്തിനാണ് അങ്ങനെ ചീത്ത പറഞ്ഞത്? ഒന്നാമത് എനിക്ക് ഉപദേശം ഇഷ്ടമല്ല. അതിന്റെ ഇടയിൽ കൂടി അച്ചമ്പാസവും കൂടി. സ്വന്തം മോന്റെ പ്രായം പോലും സ്വന്തം തന്തക്കില്ല. പിന്നെ എന്തിനാ ഇയാൾക്ക്? ആ പോവാ. ചേട്ടാ എത്രയായി? വണ്ടി കയറിക്കേ. ആർക്കൊന്നും പറ്റിയില്ലല്ലോ. ചേട്ടനൊന്നും മിണ്ടാണ്ടിരി. ഓട്ടോക്കാരുടെ സ്ഥിരം പരിപാടിയാണിത്. എടാ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നീ കയറ്. ചേട്ടൻ ഇവിടെ ന്യായവും പറഞ്ഞോണ്ടിരി. അവനോട് വടയും ചായ ഞാൻ കൊടുക്കണ്ട്. എന്ത് പണിയാ കാണിച്ച? നീ എന്ത് പണിയാണ് കാണിച്ചത്? നാളെ നോക്കി വെച്ചേക്കണം അവന്റെ പറക്കും തളിക. ചേട്ടാ സോറി കേട്ടോ, ഞങ്ങള് ഒരു ടെൻഷനിൽ കൊടുത്ത് ആയിപ്പോയതാ. വിടേട്ടാ ചേട്ടാ ഒന്ന് പോവാൻ നോക്കിയേട്ടാ പ്ലീസ്. ഓ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യടാ. നീ പാറേങ്കാട്ട് ഫാബിയുടെ കൂടെ അവിടെ നോച്ചാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. നിനക്ക് എന്തിനാണ് എത്ര ദേഷ്യം? ഇത് തന്നെ ആയിരിക്കില്ല നീ സ്കൂളിൽ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നില്ല. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കണേ. ഓരോരുത്തരത്തും വള്ളിയും പിടിച്ചിട്ടുണ്ട്. ഇനി ഓട്ടോക്കാരൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്? ചേട്ടൻ പേടിക്കണ്ട. അവൻ വരണ എന്റെ പിള്ളേര് നോക്കിക്കോളും. അവൻ അവന്റെ ഓട്ടോ ഞാൻ കത്തിക്കും. നമുക്കേ തിരിച്ചു പോവാം. നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അടുത്ത് നിന്റെ അച്ഛനമ്മനോട് പറയാം ഞാൻ സ്കൂളിൽ വരാൻ വേണ്ടിട്ട്. അവരും കൂടി അറിയട്ടെ നീ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നാലും നീ നന്നാവുള്ളൂ. ഞാനൊന്നുമില്ല വീട്ടിലേക്ക്. ദേ ബാക്കിയുള്ളടത്ത് കാണിക്കുന്ന പോലെ എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. കാണിച്ചെന്ത്? ഞാൻ ചക്കനായി പോയി. അല്ലെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ ചവിട്ടിക്കൂട്ടിയാനെ. മാറാം വണ്ടി കയറാം. സാറേ അവനെ പറയുന്ന തല്ലിയത്. നീയാണോടാ ഫാബി? അത് സാറേ. നീ എന്നെ തല്ലിയോന്ന്? അത് പിന്നെ വട്ടം ചാടി. ഇപ്പൊ സാറേ അതൊരു വളവായിരുന്നു സാറേ. ഇതിന്റെ കൂടെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു. നിന്റെ തലയിൽ ഞാനല്ലേ. പിന്നെ ഇതിന് ചേട്ടൻ കളിച്ചിടാനില്ലേ? അപ്പൊ നീ തല്ലി. ഒരു കാര്യം ചെയ്യും, നിന്റെ ചേട്ടനെ കൊണ്ട് വിളിക്കേ. അവനോട് വരട്ടെ. ചേട്ടൻ കുറച്ച് തിരക്കിലായിരിക്കും. വിളിച്ചാൽ കിട്ടില്ല സാറേ. വിളിക്കണ ചേട്ടനെ. ഹലോ ചേട്ടാ. ഹലോ വീട് വരെ വരാവോ? പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ വരാം. സാറേ ഇവനെ ചേട്ടനൊരു മാനാ. പുള്ളി പ്രശ്നം തീർക്കാനാ നോക്കിയത്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവനാണ് കൂടുതൽ പ്രശ്നം വഷളാക്കിയത്. എന്തായാലും എന്റെ ചേട്ടൻ കൂടെ വരട്ടെ. നിന്റെ അച്ഛനമ്മ എന്നല്ലടാ? അച്ഛനമ്മ ഒന്നുമില്ല സാറേ. അവര് പണിക്ക് പോയേക്കേ. ഒരു കാര്യം ചെയ്യ്, ഒരു കസാര എടുത്ത് പുറത്തേക്കിട്ടെ. ദേ സാറേ അവനാ.
ദിനേശ് നിന്റെ അനിയനായിരുന്നു? ആ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജാമ്യത്തിന് എന്തെങ്കിലും? ഏയ്, ഞാൻ പരാതിയിട്ട് പോകുന്ന അന്വേഷിക്കാൻ വേണ്ടി വന്നാടാ. പിന്നെ സ്റ്റുഡന്റ് അല്ലേ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ മോശടാ. ഇത് ചെറിയ പരാതി തീർന്ന്. സാറേ ഇതിനെ തല്ലിക്കണം. നീല പറഞ്ഞ 2 പേരും തെറ്റിട്ടെന്ന്. ഇതൊരു ചെറിയ പ്രശ്നം കഴിഞ്ഞ് ഇത്രയുള്ളൂ. സാറേ, അപ്പോഴത്തെ ഒരു ടെൻഷനിൽ സംഭവിച്ചു പോയതാ. പിന്നെ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ഒരു ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് മതി ദിനേശ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? സാറേ ശരി ദിനേശ്, പോട്ടെ. ശരി സാർ. സാറേ സാറെന്താ സാറേ അവനെ കണ്ടപ്പോ എല്ലാം മാറ്റി പറഞ്ഞേ? നിനക്ക് അവനെ അറിയാൻ പാടില്ല കഴിഞ്ഞാട്ടാ. പണ്ട് അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയ കലാപരകളൊന്നും ചെറുതല്ല. മുമ്പോട്ട് ഒരു ഗുണ്ടയുണ്ടായിരുന്നു, ഒരു ചെറ്റ തൃക്കാക്കര മുരളി. അവന് നാട്ടുകാർക്ക് തൊല്ലായിരുന്നു, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. അതിന് അവൻ 10 കൊല്ലം മുമ്പ് മരിച്ചില്ലേ? 10 വർഷം മുമ്പ് കൊന്ന്. ആര്? ദിനേശ്. ഒന്നുമില്ല ഏട്ടാ. താൻ സാധനം ഇടണോ? എന്നിട്ടത് കേസായില്ലേ? അത് കണ്ട ഏക ദൃക്സാക്ഷി ഞാൻ മാത്ര. സാറ് ആരോടും പറഞ്ഞില്ലേ? ആ ചെറ്റ മുരളി മരിക്കണമെന്ന് ഈ നാട്ടുകാരെ മൊത്തം ആഗ്രഹമായിരുന്നു. എനിക്കുള്ളത് 2 പെൺമക്കളാ. ഇത് വിട്ടെ, 2 ചായ കുടിച്ച് പോവാ. വാ.